അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇന്നു പകൽ വന്നാൽ മരിക്കേണ്ടി വരത്തില്ല. മരണം കാണാതെ എടുക്കപ്പെടും. ഞാൻ വിശ്വസിക്കുന്നു ഈ തലമുറയിൽ അത് സംഭവിക്കും. ഈ തലമുറയിൽ അത് സംഭവിക്കും. ഈ തലമുറയിൽ അത് സംഭവിക്കും. ഈ തലമുറയിൽ അത് സംഭവിക്കും. കർത്താവ് മണവാളന്റെ കാഹള ശബ്ദം കേൾക്കാറായി. മണവാളന്റെ കാഹള ശബ്ദം കാതുകളിൽ കേൾക്കാറായി. വിശ്വാസത്തോടെ ഒരുങ്ങി നിൽക്കേണ്ട സമയമാ. ഒരുക്കി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ നാളുകളിൽ ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങുവാൻ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, ഹാനോക്കിനെ എടുത്തതുപോലെ എടുക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തെക്കുറിച്ച് ആർക്കും നിശ്ചയമില്ല കേട്ടോ. സ്തോത്രം. മനുഷ്യർക്കാർക്കും അറിയത്തില്ല, പ്രവാചകന്മാർക്കാർക്കും അറിയത്തില്ല, പുത്രനു പോലും അറിയത്തില്ല. അത് പിതാവിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന കാര്യമാണ്. സ്തോത്രം. പിതാവല്ലാതെ ആരും അറിയുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഡേറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. സ്തോത്രം. പക്ഷേ കാലങ്ങളെയും സമയങ്ങളെയും എല്ലാം വിവേചിച്ചറിയുവാൻ നമുക്കൊരു വിവേചന വരം ദൈവം തന്നിട്ടുണ്ട്. ഇത് എൻഡ് ടൈമാണ്. സമയം തീരാറായി. ഹല്ലേലൂയ. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും എല്ലാം കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, നാഥൻ വരാറായി. സ്തോത്രം. നോഹയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഭൂമി മുഴുവൻ വഷളത്വം കൊണ്ട് നിറഞ്ഞപ്പോൾ സ്തോത്രം ന്യായവിധി വെളിപ്പെട്ടു വന്നെങ്കിൽ ഇന്ന് ഭൂമി മുഴുവൻ വഷളത്വം കൊണ്ട് നിറഞ്ഞിരിക്കുക. സ്തോത്രം. നാം പാർക്കുന്ന പട്ടണം പോലും അതിൻ്റെ പിടിയിൽ അമർന്നിരിക്കുക.